സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് പൊളിച്ചടുക്കി. കോഡിയുടെ എൻട്രൻസ് കഴിഞ്ഞ് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് മുൻപേ തന്നെ ജേക്കബ് ഫാറ്റു അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. റെഫറി ഇവരെ രണ്ടുപേരെയും പിടിച്ചു വെച്ചെങ്കിലും കോഡി റോഡ്സ് റെഫറിയെ അടിച്ചിട്ടു. ഇത് കോഡി വില്ലനാവുന്നതിന്റെ സൂചനയാണോ? മാച്ച് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുകയുണ്ടായി. സെക്യൂരിറ്റികളെല്ലാം തന്നെ വന്നുകൊണ്ട് ഇവരെ പിടിച്ചു വെക്കാൻ നോക്കി. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി സെക്യൂരിറ്റികളെ അറ്റാക്ക് ചെയ്യുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാൻസിന്റെ ഇടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ബാക്ക് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബാക്ക് സ്റ്റേജിൽ വെച്ചുകൊണ്ട് ടേബിളിന്റെ മുകളിലേക്ക് ഒരു സെക്യൂരിറ്റിയെ ജേക്കബ് ഫാറ്റു എടുത്തിടുന്നത് നമ്മൾ കണ്ടു. വീണ്ടും ഫാൻസും പ്രൊഡക്ഷൻ ടീമും എല്ലാം തന്നെ ഇരിക്കുന്ന ആ ഒരു സൈഡിലേക്ക് ഇവർ വന്നു. ഒരു സ്പീക്കറിന്റെ മുകളിലാണെന്ന് തോന്നുന്നു ഇവർ രണ്ടുപേരും കയറി നിൽക്കുകയുണ്ടായി. അവിടെ നിന്നും ഫൈറ്റ് ചെയ്യുകയുണ്ടായി. സെക്യൂരിറ്റികൾ ഇന്റർഫിയർ ചെയ്ത് വന്നപ്പോൾ സെക്യൂരിറ്റിയെ എടുത്തുകൊണ്ട് ഒരു 1.5 എയർ ആയിരുന്നു എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ നിർത്തിയില്ല, വീണ്ടും അതിന്റെ മുകളിൽ വെച്ച് ഫൈറ്റ് ചെയ്യുകയുണ്ടായി. പക്ഷെ അപ്പോൾ തന്നെ WWE ചാമ്പ്യൻ ആയിട്ടുള്ള ഡ്രൂ മെക്കിൻഡർ അവിടേക്ക് വന്ന് ജേക്കബ് ഫാറ്റുവിനെ എടുത്തൊരു ഒറ്റ എയർ കോഡി റോഡ്സിനെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ മുകളിലേക്ക് ഒരു 1.5 പവർ ബോംബ്. മിക്കവാറും റെസിൽമേനിയ 42 ഇവർ തമ്മിലായിരിക്കും മത്സരിക്കാൻ വേണ്ടി പോകുന്നത്.